ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നേന്ത്രക്കായ കൊണ്ടുള്ള ചിപ്സാണ്. നമ്മൾ വീട്ടിൽ തന്നെ വളരെ ഈസിയായി പെട്ടെന്ന് നേന്ത്രക്കായയുടെ ചിപ്സ് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത നേന്ത്രക്കായ തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ ചിപ്സിന് വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കുക. ഇതുപോലെ ഇതിൻ്റെ തൊലി എടുക്കാൻ പ്രയാസമൊന്നുമില്ല കേട്ടോ. ഒരു നേന്ത്രക്കായ എടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കത്തിയിട്ട്. എന്നിട്ട് അതുപോലെ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം. അതുപോലൊരു ചോപ്പർ ഉണ്ടെങ്കിൽ നല്ല കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി ഞാനിതാ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഫ്രൈ ആയി വന്ന ചിപ്സിലേക്ക് ഇതിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ പ്രാവശ്യവും ചിപ്സ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇങ്ങനെ ഉപ്പും മഞ്ഞളും കൂടി ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 1 ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചിപ്സ് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് നേന്ത്രക്കായൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിയായ ചിപ്സ് തയ്യാറാക്കാൻ പറ്റും. ഇത് വെളിച്ചെണ്ണയിൽ ഓയിലൊക്കെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.